ബസൂക്ക, ഗെറ്റ് സെറ്റ് ബേബി, നരിവേട്ട ഈ മൂവീസ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കണമെന്ന് അറിയാം. കുറെ നാളായി നമ്മൾ കാത്തിരിക്കുന്നു ഈ മൂവി ഇറങ്ങാൻ വേണ്ടി. ഇപ്പൊ ഇതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം ആണ് റൈറ്റ്സ് ഏറ്റെടുത്തേക്കുന്നത്. ഇതിനു മുമ്പ് പടം ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഇറങ്ങിയില്ല. ചിത്രം ജൂലൈ 15-നുള്ളിൽ ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹലോ ഗൈസ്, ക്യാപ്ഷൻ കോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ നോക്കാൻ പോകുന്ന ജൂലൈ OTT റിലീസുകളാണ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് മൂവി നമ്മുടെ വിനയ് ഫോർട്ടിന്റെ സംശയം എന്ന് പറഞ്ഞ മൂവിയാണ്. ചിത്രം ജൂലൈ 15-നുള്ളിൽ ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് രണ്ടാമത്തെ മൂവി നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപും തമന്നയും അഭിനയിച്ച ബാന്ദ്ര എന്ന് പറഞ്ഞ മൂവിയാണ്. ചിത്രം ആമസോൺ പ്രൈം ആണ് റൈറ്റ്സ് ഏറ്റെടുത്തേക്കുന്നത്. ഇതിനു മുമ്പ് പടം ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഇറങ്ങിയില്ല. അപ്പൊ ഈ ചിത്രം ജൂലൈ 15-നുള്ളിൽ ഇറങ്ങുമെന്നാണ് ഇപ്പൊ അപ്ഡേറ്റ്സ് വന്നേക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. അടുത്ത മൂവി വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ മൂവിയാണ്. ചിത്രം ആവറേജ് പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ വരുന്ന ജൂലൈ 8-ന് മുമ്പ് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത നാലാമത്തെ മൂവി മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ആവറേജ് പ്രതികരണം തിയേറ്ററിൽ കിട്ടിയെങ്കിലും ചിത്രം ഈ വരുന്ന ജൂലൈ 15-ന് ഇറങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞത്. അടുത്ത നമ്മുടെ ടോവിനോ നായകനായി വരുന്ന നരിവേട്ട എന്ന് പറഞ്ഞ മൂവിയാണ്. എബവ് ആവറേജ് മൂവിയാണ്. ഈ വരുന്ന ജൂലൈ പകുതിയോടെ ചിത്രം OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി പുതിയ പിള്ളേർ അഭിനയിച്ച ഒരു മൂൺ വാക്ക് എന്ന് പറഞ്ഞ മൂവിയാണ്. ചിത്രം തിയേറ്ററുകളിൽ വിജയിച്ചില്ല, എന്നാലും ഒരു ആവറേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മൂവി വരുന്ന ജൂലൈ പകുതിയോടെ റിലീസ് ചെയ്യും OTT. അടുത്ത നമ്മുടെ ദിലീഷ് പോത്തൻ റോഷൻ അഭിനയിച്ച റോന്ത് എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ വരുന്ന ജൂലൈ പകുതിയോടെ ഇതും റിലീസ് ചെയ്യുമെന്ന് അറിയാൻ കഴിഞ്ഞത്. അടുത്ത നമ്മുടെ ഉണ്ണിമുന്ന് നായകനായി വരുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവി വരുന്ന ജൂലൈ പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത മൂവി നമ്മുടെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ മൂവിയാണ്. കുറെ നാളായി നമ്മൾ കാത്തിരിക്കുന്നു ഈ മൂവി ഇറങ്ങാൻ വേണ്ടി. ഇപ്പൊ ഇതിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ 8-നുള്ളിൽ ഇറങ്ങുമെന്നാണ് അപ്ഡേറ്റ് വന്നേക്കുന്നത്. അടുത്ത നമ്മുടെ ആസിഫ് അലി നായകനാവുന്ന സർക്കിട്ട് എന്ന് പറഞ്ഞ മൂവിയാണ്. സർക്കിട്ട് എന്ന് പറഞ്ഞ മൂവി നല്ല പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ഇതിപ്പോ ജൂലൈ പകുതിയോടെ ഇപ്പൊ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ബസൂക്ക, ഗെറ്റ് സെറ്റ് ബേബി, നരിവേട്ട ഈ മൂവീസ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കണമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മൂവി ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇനി OTT റിലീസുകൾ ഉണ്ട്, അത് തുടർന്നുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.